കുറേ ആയി വിചാരിക്കുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഹാളിലിരിക്കുന്ന ഈ ഷോക്കേസ് ഒന്ന് വൃത്തിയാക്കി എടുക്കണമെന്ന് എന്നും പറയൂ കേട്ടോ. പക്ഷേ എനിക്ക് ഈ പൊടി തട്ടാൻ പറ്റാത്തതിൻ്റെ കുറേ വിഷമങ്ങളും കാരണങ്ങളും കൊണ്ടും പിന്നത്തേക്ക് മാറ്റാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ ബേബിക്കും ക്ലാസ് ഇല്ല, എല്ലാവരും ഫ്രീ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് ക്ലീൻ ആക്കാം എന്ന് വിചാരിച്ച് ദൃഢനിശ്ചയം എടുത്തിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടോ. പക്ഷെ അതിൻ്റെ ഉള്ളൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ട് എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കൊണ്ടുപോയിടും. അത് സ്ഥിരം പരിപാടിയാണ്. ഞാൻ ഒരു കുറേ വട്ടം വൃത്തിയാക്കിയില്ലതാട്ടോ. അപ്പോൾ കണ്ടതാണ് ഷോക്കേസിന് ഉള്ളതെന്ന് ഞാൻ എടുത്തുന്ന സംഭവം കേട്ടോ. അതെന്ന് നമ്മുടെ പട്ടരും പട്ടത്തിൽ നിന്നാട്ടോ അമ്മ പറയുക. നല്ല രസമല്ലേ കാണാൻ. അതിങ്ങനെ തല ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ ആടും. ആകെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ അതൊക്കെ വൃത്തിയിൽ തുടച്ച് ക്ലീനാക്കി ഞാൻ അവിടെ വെച്ചു കേട്ടോ. ഇങ്ങനെ തലറ്റിട്ട് ആട്ടിന് കാണാൻ നല്ല രസമാണ്. കുറേ സമയം എടുത്തുട്ടോ ഗൈസ് ഞങ്ങളത് വൃത്തിയാക്കി എടുക്കാൻ. ഞങ്ങൾ പറഞ്ഞാൽ ഞാനവിടെ 90% വൃത്തിയാക്കിയത്, 10% ബേബിയോ ആയിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ അതങ്ങോട്ട് വൃത്തിയാക്കി. ഈ ഒരു ഞൊടിയിടയിൽ വൃത്തിയായതൊന്നല്ല, അത് കുറേ കഷ്ടപ്പെട്ട് ക്ലീൻ ആക്കുകയൊക്കെ ചെയ്തിട്ട് പേപ്പറൊക്കെ വെച്ച് ട്രോഫികൾ, ന്യൂസ് പേപ്പറല്ല കലണ്ടർ കിട്ടിയല്ലോ. ട്രോഫികളൊക്കെ മുകളിൽ അങ്ങോട്ട് നിരത്തിയ വെച്ചു. അതിൻ്റെ ഇടയിലൊന്നും വേണ്ട വിചാരിച്ചു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും പിന്നെ കുറച്ച് ദൈവത്തിൻ്റെ പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വേസ്റ്റിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഇനി അതിലൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് രാമായണമൊക്കെ വെച്ചു. പിന്നെ കുറച്ച് ചന്ദനത്തിരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ വെച്ചു കേട്ടോ. വേണ്ട സാധനങ്ങളൊക്കെ അതിലുള്ളിൽ വെച്ചു, വേണ്ടാത്തതൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി എന്നും ഞങ്ങളുടെ ഷോക്കേസ് ഇതുപോലെ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമോ നടക്കില്ലേ എന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. വെയിറ്റ് നോക്കണ മെഷീനാണത്, വെയിറ്റ് മെഷീൻ. ഇതേ വരെ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യണില്ല, വെയിറ്റ് നോക്കാനും പറ്റണില്ല. അപ്പോൾ അവസാനം ഞങ്ങളുടെ ഷോക്കേസിൻ്റെ കോലം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് പറയൂ കേട്ടോ. ഇങ്ങനെ വൃത്തിയാക്കി കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ. ഇപ്പോൾ ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അത് വൃത്തിയാക്കിയിട്ട് കാണുമ്പോൾ.